എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ വീഡിയോയിൽ ഇന്നെന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. തീരെ ചെറിയൊരു വീഡിയോ ആണ്, വെറും 4 മിനിറ്റൊക്കെ ഉള്ളൂ. കാരണം നമ്മളിന്ന് വലിയതായിട്ടൊന്നും എടുത്തിട്ടില്ല. പിന്നെ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ചാനലിനൊരു ചെറുതായിട്ടൊരു ഫ്രീസ് പോലെ തോന്നണം. കാരണം എന്തോ നമ്മൾ കുറച്ച് നാളായിട്ട് വീഡിയോ ഇടാഞ്ഞിട്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. അതൊക്കെ കൊണ്ടായിരിക്കാം ചിലപ്പോൾ നമ്മുടെ വീഡിയോസ് ഇങ്ങനെ വ്യൂസ് കുറഞ്ഞു വരുന്നുണ്ട്. ഇടയ്ക്ക് എവിടെയോ ഇങ്ങനെ സ്റ്റക്കായി പോകും. നല്ല വ്യൂസ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പകുതിക്ക് വെച്ച് സ്റ്റക്കാവണം, അങ്ങനെയൊക്കെ വരുന്നു. ചിലപ്പോൾ നമ്മുടെ വീഡിയോൻ്റെ ക്വാളിറ്റിയുടെ കുറവ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്നും ഇങ്ങനെ ഈ ഒരു അടുക്കളയും കറിയും അങ്ങനത്തെ, അതായത് ഡെയിലി കാണുന്നത് തന്നെ ഫുൾ കാണുമ്പോൾ ആൾക്കാർക്കും മടുപ്പായിരിക്കുമല്ലോ, കൊണ്ടായിരിക്കാം കേട്ടോ. മാറ്റി പിടിക്കണമെന്നൊക്കെ ഉണ്ട്. ഇടയ്ക്ക് നമ്മൾ അതൊക്കെ നോക്കാം. പിന്നെ ഇപ്പം കുറച്ച് നമുക്ക് പരിമിതികളൊക്കെ ഉള്ളത് കൊണ്ടിട്ടാണ് ഇങ്ങനെ പോണത്. അപ്പം ഇന്ന് നമ്മൾ രാവിലെ ഉണ്ടാക്കിയേക്കണതെന്ന് പറഞ്ഞാൽ ദോശ കൊച്ചിനുള്ള ദോശയാണ് കേട്ടോ. അതിനുള്ള പരിപ്പ് കറി എന്ന് പറയണത് വെറുതെ ജസ്റ്റ് ഒരു പരിപ്പ് കറിയാണ്. കാരണം വേറെ മെനക്കേട് പണിയൊന്നുമില്ല. പരിപ്പ് വേവിക്കുക, അതിലേക്ക് ഉപ്പിട്ട് വേവിച്ചതിന് ശേഷം നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇടിച്ച്, വേപ്പില, പിന്നെ എന്താണ് ഈ കൊല്ലമുളക് അതൊക്കെ ഇട്ടിട്ട് നമ്മൾ കടുക് പൊട്ടിക്കുമ്പോൾ അതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടുക, പിന്നെ കുറച്ച് മുളക് പൊടി ഇടുക, പിന്നെ അതിലേക്ക് ഈ പരിപ്പ് കറി ഒഴിക്കുക. ഇത്ര ഉള്ളൂ കേട്ടോ നമ്മുടെ പരിപ്പ് കറി. അത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ ആ പരിപ്പ് കറി. അപ്പോൾ എപ്പോഴും നമ്മൾ സാമ്പാറാണല്ലോ ഈ ചപ്പാത്തിക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്നൊന്ന് വെറൈറ്റി ആവട്ടെ എന്ന് കരുതി നമ്മൾ ഈ തലേ ദിവസം കടല ഇടാൻ മറന്നുപോയി, അതാണ് പറ്റിപ്പോയത്. അപ്പോൾ വെള്ളക്കടല ചെറുപയറൊക്കെ ഇരിപ്പുണ്ട്, പക്ഷെ നമ്മൾ ഈ രാത്രി ആകുമ്പോൾ മറന്നു പോകും. അതുകൊണ്ടിട്ടാണ് അങ്ങനെ ആയിപ്പോയത്. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയുടെ ഷേപ്പ് കണ്ട് ആരും പേടിക്കരുത് കേട്ടോ. അതെ, ഈ ഇതിൽ നമ്മുടെ പ്രസ്സിലിട്ട് പരത്തുമ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുള്ളൂ, ഒരുമാതിരി ആഫ്രിക്കൻ ഭൂഖണ്ഡമൊക്കെ പോലെയൊക്കെ ഇരിക്കും. പിന്നെ മറ്റേ പരത്തണ പലക എൻ്റെ കയ്യിലില്ല, അപ്പം അതുകൊണ്ടിട്ടാണ് അങ്ങനെ ഇതിൽ തന്നെ ചെയ്യണത്. അത് ശരിക്കും പറഞ്ഞാൽ ഈ പ്രസ് ഉപയോഗിക്കുക എന്ന് പറയണത് നമ്മൾ എന്തെന്നാണ് പൂരിയൊക്കെ ഉണ്ടാക്കുമല്ലോ, ആ പൂരിക്കാണ് ശരിക്കും ആ ഒരു പാകം. ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഇത്തിരി കൂടി വലുതായിട്ട് ഉണ്ടാക്കണം. അതുകൊണ്ട് എൻ്റെ ചപ്പാത്തി ആർക്കും ഇഷ്ടമല്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പൊന്തുപോലെ ഇരിക്കുന്നു പറഞ്ഞിട്ട് കടയിൽ നിന്നൊക്കെ മേടിക്കണത് നല്ല പരന്ന് പപ്പടം പോലത്തെയാണല്ലോ, അങ്ങനെയൊന്നും വരില്ല. നമ്മൾ ഈ ചപ്പാത്തിപ്പലകയിലിട്ട് പരത്തുമ്പോഴാണ് നല്ല വിസ്താരത്തിൽ നല്ല എന്താണ് നൈസായിട്ട് കിട്ടുള്ളൂ. അപ്പം അതിൻ്റെ ഒരു പോരായ്മയൊക്കെ ഉണ്ട്. പിന്നെ എങ്ങനെ പോയാലും ഇതൊക്കെ തിന്നണത് ഒരേപോലെ തന്നെയല്ലേ അല്ലേ, നമ്മൾ ചവച്ചൊക്കെയല്ലേ തിന്നണത്. അതുകൊണ്ട് അങ്ങനെയൊക്കെ ആവട്ടെ. അപ്പം അത് എൻ്റെ പരിപ്പ് കറിയും ചപ്പാത്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനപ്പം അത് കഴിക്കുകയാണ്. അപ്പം നമ്മുടെ വീഡിയോ ഏകദേശം ഇന്ന് ഇത്രേ ഉള്ളൂ. നമ്മുടെ ചാനലൊക്കെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ ഇനി പറയണില്ല കേട്ടോ, ആരോടും. ആരും തന്നെ ചെയ്യാറില്ല. അതുകൊണ്ട് ഞാൻ പറയലൊക്കെ നിർത്തി. നമ്മുടെ വീഡിയോ എല്ലാവരും കാണുക. അപ്പം ഇനി ഞാൻ ചായ കുടിക്കട്ടെ. വേറെ ഒന്നുമില്ല കേട്ടോ, നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. പുറത്തെ വീഡിയോ ഒക്കെ എങ്ങനെയെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുകയാണെങ്കിൽ നമ്മൾ എടുത്തിടാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.